അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ മാസം, പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ മാസം നമ്മിലേക്ക് ആഗതമായി കൊണ്ടേയിരിക്കുകയാണ്. നമ്മളേവരും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് പരിശുദ്ധമായ റമളാനുമായി ബന്ധപ്പെട്ട, റമളാനിലെ പ്രധാനപ്പെട്ട ഇബാദത്തായ നോമ്പുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ പഠിക്കുകയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ നോമ്പ് നോറ്റ് അവൻ്റെ ചെവിയിൽ വല്ല മരുന്നോ മറ്റോ അവൻ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നാൽ, അങ്ങനെ ഉപയോഗിക്കൽ കൊണ്ട് അവൻ്റെ നോമ്പ് മുറിയുമോ എന്നതാണ് നമ്മുടെ ചർച്ച. എന്നാൽ ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട മുഅ്തമദായ അഭിപ്രായത്തിൽ നമുക്ക് കിതാബുകൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് നോമ്പ് മുറിയും എന്ന് തന്നെയാണ്. അതുതന്നെയാണ് ബിഗയത്തുൽ മുസ്തർഷിദീനിൻ്റെ ഒരു തഅലീഖാത്തിൽ അവിടെ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഗ്നിൽ മുഹ്താജ്, മഹാനായ ഖതീബ് തങ്ങളുടെ മുഗ്നിൽ മുഹ്താജിൽ അവിടെ പറയുന്നു, വത്തഖ്ദീറു ഫി ബാത്തിനിൽ ഉദ്നി വഇല്ലം യസിൽ ഇല ദിമാഗ്, അത് തരിമൂക്കിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ചെവിയുടെ ഉള്ളിലേക്ക് അവൻ മരുന്ന് ഉപയോഗിക്കൽ മുഖേന അവൻ്റെ നോമ്പ് മുറിയുന്നതിൽപ്പെട്ടതാണ്, അത് നോമ്പിനെ മുറിച്ച് കളയുന്നതിൽപ്പെട്ടതാണ് എന്ന് മുഗ്നിൽ മുഹ്താജ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്നത് മുഅ്തമദായ വീക്ഷണത്തിൽ, പ്രബലമായ വീക്ഷണത്തിൽ, മദ്ഹബിലെ പ്രബലമായ വീക്ഷണത്തിൽ ചെവിയിലേക്ക് മരുന്ന് ഉപയോഗിക്കൽ മുഖേന അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഷാഫി മദ്ഹബിലെ തന്നെ മറ്റൊരു വീക്ഷണപ്രകാരം ചില ഇമാമികൾ, പ്രധാനപ്പെട്ട ചില ഇമാമികൾ തന്നെ ഫത്വ കൊടുത്തത് പ്രകാരം, മഹാനായ ഇമാം ഔസാലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാമിങ്ങൾ, മഹാനായ ഖാദി ഹുസൈൻ റഹിമഹുല്ലാ പോലത്തവർ, അവർ പറഞ്ഞ വീക്ഷണപ്രകാരം ചെവിയിലേക്ക് മരുന്ന് ഉപയോഗിക്കൽ മുഖേന നോമ്പ് മുറിയൂല എന്ന് അവർ പറഞ്ഞതായിട്ട് കാണാം. മാത്രമല്ല, ചില ആധുനിക പണ്ഡിതന്മാരുടെ ഷറഹുകളിലും നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ചെവിയിലേക്ക് മരുന്ന് ഉപയോഗിച്ചാൽ അത് മുഖേന അവൻ്റെ നോമ്പ് മുറിയൂല എന്ന് തന്നെ സമർത്ഥിക്കുന്ന ചില സമർത്ഥനങ്ങളാണ്. നമുക്ക് മദ്ഹബിലെ പ്രധാനപ്പെട്ട ചില ഇമാമുകളുടെ തന്നെ വീക്ഷണമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ രൂപത്തിൽ അമല് ചെയ്യുന്നത് കൊണ്ടും വലിയ പ്രയാസം വന്നോളണമെന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്ഹബിലെ പ്രബലമായ വീക്ഷണപ്രകാരം അവൻ്റെ നോമ്പ് മുറിയും എന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രബലമായ വീക്ഷണത്തെ എടുത്തുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.